തട്ടാത്തിക്കാനത്തെ പഗ്മാർക്ക് എക്കോ ഷോപ്പിലാണ് നമ്മൾ. ഈ എക്കോ ഷോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്ക് എക്കോ ഷോപ്പിൻ്റെ സെക്രട്ടറി ആയ നയനയോട് ചോദിക്കാം. അതപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും കാര്യങ്ങൾക്ക്. അപ്പം ഈ വർഷം ഫെബ്രുവരിയിലാണ് നമ്മളിവിടെ പഗ്മാർക്ക് എന്നുള്ള പേരിൽ എക്കോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും വനം വകുപ്പ് ഇങ്ങനത്തെ എക്കോ ഷോപ്പുകൾ നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വനശ്രീ എന്നുള്ള പേരിലും പിന്നെ പെരിയാർ ടൈഗർ റിസർവിൽ നമ്മൾ പഗ്മാർക്ക് എന്നുള്ള പേരിലാണ് എക്കോ ഷോപ്പുകൾ നടത്തുന്നത്. തേക്കടിയിലും ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ ഓൾറെഡി മൂന്നെണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രധാനമായിട്ട് ഈ എക്കോ ഷോപ്പുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനാശ്രിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുക. അതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെയാണ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിലേ, നിങ്ങൾ ആദിവാസികൾ ഈ കാട്ടിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രൊഡക്ട്സ് നേരിട്ട് വാങ്ങുമോ? നമ്മൾ നേരിട്ട് വാങ്ങും. മുൻകാലങ്ങളിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാട്ടിൽ നിന്ന് ഇവർ കഷ്ടപ്പെട്ടെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരായ പല സ്വകാര്യ വ്യക്തികൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. വളരെ നിസ്സാര വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകും. അവരെന്നിട്ട് പുറത്ത് മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കും. നമ്മളിപ്പോൾ വനം വകുപ്പ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വനാശ്രിത വിഭാഗങ്ങൾ കളക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് ശേഖരിക്കും. എന്നിട്ട് ശേഖരിച്ചിട്ട് ഇങ്ങനത്തെ ശേഖരിക്കുന്ന ഓരോ സെൻറ്ററുകളുണ്ട്, ഓരോ ഡിവിഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയും അങ്ങനെ പാക്ക് ചെയ്തും ലേബലൊട്ടിച്ചും അവർക്ക് മാക്സിമം വില കിട്ടുന്നത് പോലെയും അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്നത് പോലെ നമ്മൾ സെയിൽ ചെയ്യുന്നതിനാണ് എക്കോ ഷോപ്പ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ വിൽപ്പനയിൽ പിന്നെ അവർക്കും ഷെയർ പോകും? അല്ല, അവർക്ക് നമ്മൾ മാക്സിമം വില ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു പ്രോസസ്സിംഗ് ചാർജും ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. മെയിൻ ഇതിന്റെ റണ്ണിങ് കോസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അവർക്ക് പേയ്മെന്റ് ചെയ്ത് അപ്പോൾ തന്നെ എടുക്കുക. പിന്നീട് നമ്മളത് പ്രോസസ്സ് ചെയ്തും പാക്ക് ചെയ്തും കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇതിന്റെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചെലവുകൾക്കുള്ള തുക മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നില്ല. ഇതിൽ നിന്ന് ചെറിയൊരു ലാഭം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ ലാഭം തന്നെ നമ്മൾ FDAയിലേക്ക് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി ഫണ്ടിലേക്ക് പോകുന്നു. ആ ഫണ്ട് വീണ്ടും ജനങ്ങളിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അതെ. ഇതിൽ നിന്ന് ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ പല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. EDC മുഖാന്തരം സംഘങ്ങൾക്ക്, സ്വയം സഹായ സംഘങ്ങൾക്ക് വിവിധ പ്രൊജക്ടുകൾക്കുള്ള ധനസഹായം നൽകുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൊജക്ടുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെ പ്രൊഡക്ട്സ് അവിടെ ഉള്ളത്? ഇവിടെ തേനുണ്ട്, യൂക്കാലിപ്റ്റസ് പുൽത്തൈലം, ദന്തപ്പാല, കുറിഞ്ഞിത്തൈലം. ദന്തപ്പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരൻ, സോറിയാസിസ് മുതലായിട്ടുള്ള ഒരു നല്ലൊരു മരുന്നാണ്. അതൊരു ഇലയാണ്, കാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ്. ആ ചെടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് അത്. ഏറ്റവും റൈറ്റിയ ടിങ്ടോറിയ എന്ന് പറയുന്നതാണ് അതിന്റെ ശാസ്ത്രനാമം. ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് സോറിയാസിസിനുള്ളൊരു മരുന്നായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ കാട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മരുന്നാണ്. താരൻ ഒറ്റ തവണത്തെ യൂസിൽ തന്നെ താരൻ ഫുള്ള് മാറും. സ്കിന്നിലെ പ്രശ്നങ്ങളെല്ലാം മാറും. അങ്ങനെ പിന്നെ അതുപോലെ ചങ്ങലം പരണ്ട എന്ന് പറയുന്നൊരു ഔഷധ ചെടിയുണ്ട്. അതിന്റെ എണ്ണയുണ്ട്, ചങ്ങലം പരണ്ട എണ്ണ. ഇതാണ് ദന്തപ്പാല എണ്ണ. താരനൊക്കെ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മാറുന്നാണ് പറയണേ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. കുട്ടിക്കാലത്ത് വരുമ്പോൾ ഇവിടെ കയറുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നല്ല കൗതുകമുള്ള നല്ല പ്രോഡക്ട്സ് അല്ലേ, മായം ചേർക്കാത്ത കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ യാതൊരു മായവും ചേരാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ വനം വകുപ്പിന്റെ എക്കോ ഷോപ്പിൽ. ഇപ്പൊ തേനാണെങ്കിൽ എല്ലാം ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ പരമാവധി ഇതിപ്പം ചങ്ങലം പരണ്ട എന്ന് പറഞ്ഞാൽ ചങ്ങലം പരണ്ട ഇത് ശരീരവേദനയ്ക്കുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ്. അത് കാട്ടിലൊരു ചെടിയാണ് ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ഒരു ചെടി. ആ ചെടി അത് മിക്കവാറും സീൽഡ് ആയിരിക്കും. അപ്പൊ ഇതുണ്ട്. പിന്നെ ഇങ്ങനത്തെ പല പല ഓയിലുകളുണ്ട്. പിന്നെ കുറിഞ്ഞിത്തൈലം എന്ന് പറഞ്ഞൊരു അതും വേദനയ്ക്കുള്ള ഒരു എണ്ണയാണ്. നമ്മുടെ കുറിഞ്ഞി ഇതാണോ, പൂവിൻ ചെടിയുടെ? അത് വേറെ കുറച്ച് മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ ചെടികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് തന്നെയാണ്. ഇതൊന്നും മറ്റു സ്ഥലങ്ങളിൽ കിട്ടത്തില്ല. നമ്മൾ കാട്ടിലെ മരുന്നുകൾ നമുക്ക് കാട്ടിൽ തന്നെ കിട്ടത്തുള്ളൂ. അത്രയും ശുദ്ധമായ സാധനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ കുന്തിരിക്കം, അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ പഗ്മാർക്കിൽ വന്നുള്ള ഗുണം മനസ്സിലായല്ലോ. എക്സ്ക്ലൂസീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, മായം ചേർത്തിട്ടില്ല. പിന്നെ ഇത് വാങ്ങുന്നതിലൂടെ നിങ്ങൾ ട്രൈബൽ ആൾക്കാർ, ഫോറസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ സഹായിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്കാനത്ത് വരുമ്പോഴും ഇതുവഴി നമ്മൾ കുമളിയിലേക്ക് പോകുമ്പോഴും പഗ്മാർക്കിൽ നിന്ന് കയറാൻ മറക്കരുത്. ശരി, താങ്ക് യു.